ഐറ്റംസും പുറത്ത് ഉണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എല്ലാവരും തിരിച്ച് പോവാണ്. ചേച്ചിയും ചേട്ടനും അഞ്ജലിയും ഉത്തർപ്രദേശിലേക്ക് പോവാണ്. അപ്പോൾ അവരുടെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം അകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാട്ടാ. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് പോണേക്കാൾ മുമ്പ് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഞ്ഞിയും ചമ്മന്തിയും മതി എന്നാണ് പറഞ്ഞായിരുന്നത്. അപ്പോൾ ഞാൻ കായുപ്പേരിയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഗ്രേസിൻ്റെ സൺഡേ ക്ലാസ്സിലൊക്കെ പറഞ്ഞയച്ചു. സ്റ്റീവൻ നല്ല ഉറക്കത്തിലാണ്. സ്റ്റീവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീവനും ഗ്രേസിനും നല്ല രീതിയിൽ വിഷമമാണ് കേട്ടോ. ഞങ്ങൾക്ക് വിഷമമില്ല എന്നല്ല, പക്ഷെ കുഞ്ഞുങ്ങളുടെ മനസ്സനുസരിച്ച് അവർ ഇത്രയും ദിവസം കളിച്ചിട്ട് അഞ്ജലി ചേച്ചീനെ ലിജി ആൻറ്റീനൊക്കെ മിസ് ചെയ്യാനുണ്ട്, അനിൽ അങ്കിളിനെയും. അപ്പോൾ ഞാൻ ക്ലീനിങ് കഴിഞ്ഞ് കുക്കിങ്ങിലേക്ക് കിടക്കട്ടെ. നെക്സ്റ്റ് അവർക്ക് കഞ്ഞിക്കുള്ള കായുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം അത് റെഡിയാക്കട്ടെ. കായ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അഞ്ജലിക്ക് ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു സവോള ഇട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ട്, അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ പോകുമ്പോൾ പാക്ക് ചെയ്ത് തന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കഞ്ഞിക്കും കൂടി ആ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ അരിയാൻ എളുപ്പത്തിന് നമ്മുടെ പ്രീതിയിലിട്ടൊന്ന് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോണേ. നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും, നല്ല രീതിയിൽ മുളക് പൊടി, നല്ല രീതി മീൻസ് നല്ല എരിവ് വേണമല്ലോ, അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇനി കൂട്ടിത്തരുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് എന്ന് പറയുന്നത് പുളിയാണ് കേട്ടോ. വെളിച്ചെണ്ണയും ഇതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കൂട്ടിത്തിരുമ്മി മിക്സ് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കാം. അത്രേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി അപ്പോൾ റെഡിയാവും. വെളിച്ചെണ്ണ അത്യാവശ്യം ഇച്ചിരി വെളിച്ചെണ്ണ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അപ്പോൾ അടിപൊളിയാണ്. സവോളയ്ക്ക് വരാൻ ചെറിയുള്ളി ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഈ സവോള ചമ്മന്തി മതി എന്നവൾ പറഞ്ഞ കാരണം ഞാൻ സവോള എടുത്തതാണേ. അപ്പോൾ നല്ലോണം ഇതിനൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കാം. അപ്പം അഞ്ജലിക്ക് ട്രെയിനിലേക്കുള്ള ചമ്മന്തി റെഡി, ഇപ്പം കഴിക്കാനുള്ള ചമ്മന്തി റെഡി. അപ്പം അങ്ങനെ കായുപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ കഞ്ഞിയും ചമ്മന്തിയും ഉപ്പേരിയും പാത്രങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അവരെ ഫുഡ് കഴിക്കാൻ വിളിക്കട്ടെ. ചേട്ടാ ഫുഡ് കഴിക്കാം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. എല്ലാ ഐറ്റംസും പുറത്ത് ഉണ്ട്. ശിവോ പോവാ നമുക്ക് അഞ്ജലി ചേച്ചിനെ കൊണ്ടാക്കാൻ. ഫിഷിന് നോക്കാൻ പോയിക്കുന്ന കൊച്ച്. കുട്ടനോ? ഏത് കുട്ടൻ? ഇങ്ങോട്ട് വാ, കാൽമ ചെളിയാവും. വായോ. വരെ പോകുന്ന എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ ഒരു മാസം എങ്ങനെ പോയി, കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ഒരു മാസം പോയ പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യണത്. എത്ര പെട്ടെന്നാണ് സമയം പോയെന്ന് അറിയില്ല. എങ്ങനെയാണ് ഇത്രയും സമയം പെട്ടെന്ന് പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ വരവും കഴിഞ്ഞു പോക്കും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ അവര് ഇനി അവരുടെ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവാണ്. സ്റ്റീവ് അടുത്ത ട്രെയിൻ വേണ്ട. അങ്ങനെ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഇനി അടുത്ത വർഷം കാണാം എന്ന് പറഞ്ഞ് അവരിതേ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.